Hello everyone, welcome to Competitive Cracker. UGC NET കൊമേഴ്സ് ആസ്പിരൻസിന് മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC NET കൊമേഴ്സിലെ യൂണിറ്റ് 7 ആണ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഈ ഒരു ഏരിയയിൽ നിന്നും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻഡ് നമ്മൾ ഏതൊക്കെ ഏരിയാസ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡിസ്കഷനിലൂടെ മനസ്സിലാക്കാം. അതിൽ തന്നെ നമ്മുടെ പ്രീവിയസ് സിലബസ് അല്ലെങ്കിൽ നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് ഫസ്റ്റ് ഓഫ് ഓൾ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ദെൻ ടൈപ്സ് ഓഫ് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ദെൻ അതുകൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ, ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയുമാണ് നമ്മളുടെ സിലബസ് ഏരിയാസ് ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ അതുകൂടാതെ നമുക്ക് പറയാം ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ദെൻ ഡിജിറ്റലൈസേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ്, ദെൻ അതുകൂടാതെ ഇൻഷുറൻസ് കൂടി പറയുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ അത് കൂടാതെ ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് അവയർനെസ് ആണ് നമുക്ക് ഈ ഏരിയയിൽ ആവശ്യമുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടൈപ്സ് ഓഫ് ബാങ്ക്സുമായി ബന്ധപ്പെട്ട്, അതായത് ഡിഫറെൻറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സുമായി ബന്ധപ്പെട്ടും RRB, ഫോറിൻ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഈ ഒരു ഏരിയാസിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻഡ് ആ ഏരിയയിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. We'll start with the first question. Question ഇതാണ്: the share capital of an RRB, Regional Rural Bank, is subscribed by the central government, state government and sponsoring bank in which of the following ratio? അതായത് എങ്ങനെയാണ് ഈ ഒരു RRBസിന്റെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ വരുന്നത്? സെൻട്രൽ ഗവൺമെന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതേപോലെ സ്പോൺസറിങ് ബാങ്ക്, ആ റീജിയനിലെ ഒരു സ്പോൺസറിങ് ബാങ്ക് ഇത് ഏറ്റെടുക്കണം. അപ്പോൾ അവരെത്ര സബ്സ്ക്രൈബ് ചെയ്യും? അതിൻ്റെ ഒരു പ്രപ്പോർഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നും ഓർക്കുക, സെൻട്രൽ ഗവൺമെൻറ് സബ്സ്ക്രിപ്ഷൻ എപ്പോഴും 50% ആണ്. ബാക്കിയുള്ള 2 പേരുടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്നത്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് 15%, ദെൻ സ്പോൺസറിങ് ബാങ്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് 35%. സോ യു ക്യാൻ സീ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. സെൻട്രൽ ഗവൺമെൻറ് 50%, ഹാഫ് സബ്സ്ക്രിപ്ഷൻ അവരുടെയാണ്, ദെൻ 15% ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്, ദെൻ 35% ആണ് സ്പോൺസറിങ് ബാങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ റേഷ്യോ ഓർത്തേക്കണം, വളരെ റെലവൻ്റ് ആണ്. ബിക്കോസ് RRB ഈസ് എ റെലവൻ്റ് ഏരിയ, നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് RRB. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. മൂവിങ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യൻ കാണാമല്ലോ. റീഡ് ദി ഫോളോയിങ് ഇവൻറ്റ്സ്. നമുക്കിവിടെ 4 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് വേണ്ടി ക്യാപിറ്റൽ ആഡിക്വസി നോംസ്. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് IDBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ അലൗവിങ് കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പി അറ്റ് മാർക്കറ്റ് റേറ്റ് ഇൻ ദി കറണ്ട് അക്കൗണ്ടിൽ കൺവേർട്ടബിലിറ്റി അലോ ചെയ്തത്. ദെൻ നാഷണലൈസേഷൻ ഓഫ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ്. 4 ഇവൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അറേഞ്ച് ദി ഇവൻറ്റ്സ് ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ ഒക്യുറൻസ്. അതായത് ഈ 4 ഇവൻറ്റ്സും എന്നാണ് ഒക്യൂർ ചെയ്തത് അതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഏറ്റവും ആദ്യം ഒക്യൂർ ചെയ്ത ഇവൻറ്റ് ആദ്യം നമ്മൾ പറയണം. അങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇവൻറ്റ്സ് ഒന്നുകൂടി നോക്കാം. ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് IDBI, allowing convertibility of rupee at market rate in the current account, nationalization of general insurance business. ഓക്കെ, സോ കൺസെപ്റ്റ് എന്നാണ് നടന്നിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. IDBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964ലാണ്. സോ ദാറ്റ് ഷുഡ് ബി ദി ഫസ്റ്റ് വൺ, റൈറ്റ്? ദെൻ നാഷണലൈസേഷൻ ഓഫ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ്, ജനറൽ ഇൻഷുറൻസ് നാഷണലൈസ് ചെയ്തത് 1970സിലാണ്. 1970സിൻ്റെ ആദ്യം ഒന്ന് പറയാം, 1972. ദെൻ തേർഡ് വൺ, ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ പറ്റി പറയുന്ന ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ക്രിയേറ്റ് ചെയ്തത് 1980സിലാണ്. Then allowing convertibility of rupee at the market rate in the current account. കറണ്ട് അക്കൗണ്ടിൽ മാർക്കറ്റ് റേറ്റ് തന്നെ കൺവേർട്ട് ചെയ്യാം, റുപ്പി കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ഫെസിലിറ്റി അലോ ചെയ്തിരിക്കുന്നത് 1994ലാണ്. സോ ഇതിനെ സീക്വൻഷ്യൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ IDBI എസ്റ്റാബ്ലിഷ്മെന്റ് ആദ്യം വരണം, ദെൻ നാഷണലൈസേഷൻ ഓഫ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ്, ദെൻ ക്യാപിറ്റൽ ആഡിക്വസി നോംസ്. അത് കഴിഞ്ഞ് അവസാനമായിട്ടാണ് അലൗവിങ് കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പി അറ്റ് മാർക്കറ്റ് റേറ്റ് ഇൻ ദി കറണ്ട് അക്കൗണ്ട് വരേണ്ടത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. റൈറ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആദ്യം വരുന്നു, ദെൻ നാഷണലൈസേഷൻ ഓഫ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ്, തേർഡ് വൺ ഈസ് ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ആൻഡ് ഫോർത്ത് വൺ ഈസ്
allowing convertibility of rupee at market rate. Okay, I think you got it. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഏരിയയുടെ പോലും സീക്വൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ അത്ര ഈസി ആയിട്ട് എടുക്കരുത്. ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ഏരിയയാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണെന്നുള്ളത് ഓർത്തേക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ ലിസ്റ്റ് 1 തന്നിരിക്കുന്നത് RBI നാഷണലൈസേഷൻ, ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസേഷൻ, നാഷണലൈസേഷൻ ഓഫ് 14 കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് IDBI. ദെൻ ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, ആ ഇയേഴ്സുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് RBI നാഷണലൈസേഷൻ എന്നായിരുന്നു? RBI നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ആദ്യം 1948 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കി. 1948 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നതോടുകൂടി റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്കാക്കി മാറ്റുകയും ബാങ്കിങ് റെഗുലേറ്ററാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ബാങ്കിങ് റിസർവ് ബാങ്കിനെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന വർഷം എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഇയർ ആണ് 1949. ഓക്കെ, 1949 റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത്. ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസേഷൻ, വിച്ച് ഈസ് ദിസ് ഇമ്പീരിയൽ ബാങ്ക്? ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന പ്രസിഡൻസി ബാങ്ക്സ് ആണ്. അതായത് ബ്രിട്ടീഷ് ടൈമിൽ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ 3 പ്രസിഡൻസിയിൽ ക്രിയേറ്റ് ചെയ്ത പ്രസിഡൻസി ബാങ്ക്, ബാങ്ക് ഓഫ് കൽക്കട്ട, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. ഇവ പിന്നീട് ലയിപ്പിച്ചിട്ട് 1921 ഐ തിങ്ക് ഇറ്റ് ഈസ് 1921 അത് ഒരു ഇമ്പീരിയൽ ബാങ്കാക്കി മാറ്റി. ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ വേണ്ടി ഇമ്പീരിയൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. ഈ ഇമ്പീരിയൽ ബാങ്കിനെ നമ്മളുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് 1955 അതാണ് ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നത്, SBI ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് വാസ് ഇൻ 1955. ദ നാഷണലൈസേഷൻ ഓഫ് 14 കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പിന്നീട് നാഷണലൈസ് ചെയ്തത് ഫസ്റ്റ് നാഷണലൈസേഷൻ എന്ന് പറയാം ഇന്ദിരാഗാന്ധി പീരീഡിലാണ്, ദാറ്റ് വാസ് ഇൻ 1969. സെക്കൻഡ് നാഷണലൈസേഷൻ നടക്കുന്നത് 1980 ഓക്കെ, 1969 1980 2 നാഷണലൈസേഷൻ നടന്നത്. അങ്ങനെ ടോട്ടൽ 20 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. ദെൻ ഒരു ബാങ്ക് ലയിച്ചു പോയി. അപ്പോൾ ടോട്ടൽ നിലവിൽ ഈ 19 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്. ഓക്കെ, സോ മാച്ച് ചെയ്തല്ലോ. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് IDBI, നമ്മൾ IDBIയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കണ്ടതാണ് 1964. കണ്ടോ, 1964 എന്ന് പറഞ്ഞു. സോ IDBIയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് 1964. മാച്ച് ദി ഫോളോയിങ് നമുക്ക് കിട്ടി. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, നൗ ലെറ്റ് മീ മൂവ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ട്രൂ അബൌട്ട് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ? ഇത് നമ്മുടെ സിലബസിൽ പലയിടത്തായിട്ട് വരാം കേട്ടോ, പല ഏരിയ ആയിട്ട്. ബിക്കോസ് ബേസൽ റിഫോംസിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബേസൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. സോ വാട്ട് ഈസ് ട്രൂ അബൌട്ട് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഇസ് ആൻ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഓഫ് ബാങ്കിങ് സൂപ്പർവൈസറി അതോറിറ്റി. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ബേസൽ കമ്മിറ്റി ഓൺ banking supervision was established by a group of 19 nationalized commercial banks. Then third one പറയുന്നത് Basel Committee on Banking Supervision was established in 1996. Then it provides a forum for regular cooperation on banking supervisory matters. First thing that you need to remember is Basel Committee on Banking Supervision എന്ന് പറയുന്നത് ഒരു international committee ആണ്. It is not an Indian committee. So first statement is wrong. ഇന്റർനാഷണൽ കമ്മിറ്റിയാണ്. അത് നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി എന്നാണ്. നോ, ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ കമ്മിറ്റി. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള 19 നാഷണലൈസ്ഡ് ബാങ്ക്സിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ്. പല രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഓൾസോ ഇൻകറക്റ്റ്. വാട്ട് അബൌട്ട് ദി തേർഡ് വൺ? Basel Committee on Banking Supervision was established in 1996. That is again incorrect. It was established in 1974. 1974 ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. പക്ഷേ ശരിയായിട്ടുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് വാസ് ദി ലാസ്റ്റ് വൺ. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോറം ഫോർ റെഗുലർ കോപ്പറേഷൻ ഓൺ ബാങ്കിങ് സൂപ്പർവൈസറി മാറ്റേഴ്സ്. ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ബേസൽ കമ്മിറ്റി. ക്ലിയർ? ബാങ്കിങ് സൂപ്പർവൈസറി മാറ്ററുമായി ബന്ധപ്പെട്ട് ഒരു ഫോറമായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ പർപ്പസ്. ബേസൽ നോംസ് പലതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബേസൽ 1, ബേസൽ 2, ബേസൽ 3. അവയെ പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് ഈ ഏരിയയിൽ ആവശ്യമാണ്. ഓക്കെ, ലെറ്റ് മീ മൂവ് ഓൺ.
സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 4 ഓൺലി. നാലാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അണ്ടർ ദി കോപ്പറേറ്റീവ് ബാങ്ക് സ്ട്രക്ചർ ആൻഡ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ്. കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് IDBI ബാങ്ക്. നമ്മൾ ചിലപ്പോൾ റൈറ്റ് അവേ നമ്മൾ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ ഓർക്കേണ്ടത് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സ്ട്രക്ചർ സ്റ്റേറ്റ് ലെവലിലാണ് നിൽക്കുന്നത്, സെൻട്രൽ ലെവലിലേക്ക് പോകുന്നില്ല. സോ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ഓക്കെ, അതാണ് അപ്പെക്സ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് നാഷണൽ ലെവൽ ഇന്ത്യയിലില്ല. ശരി, മൂവിങ് ഓൺ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾസ് ദി ആക്ടിവിറ്റീസ് ഓഫ് സം ഓഫ് ദി ഫോളോയിങ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഏതൊക്കെ ബാങ്ക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നത്? അവിടെ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തന്നിട്ടുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ് ആൻഡ് റൂറൽ ബാങ്ക്സ്. ഓക്കെ, ഇതിൻ്റെ ഏതൊക്കെ ബാങ്കിങ് ആക്ടിവിറ്റീസിൽ കൺട്രോളാണ് റിസർവ് ബാങ്കിനുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോ. എല്ലാ ബാങ്ക്സും, ബാങ്കിങ് പർപ്പസ് ആയിട്ട് ചെയ്യുന്ന എല്ലാ ബാങ്ക്സിലും റിസർവ് ബാങ്കിന് ഒരു ഹോൾഡർ ഉണ്ട്, ബിക്കോസ് ഇറ്റ് ആക്ട്സ് ആസ് ദി അപ്പെക്സ് ബോഡി. ഓക്കെ, നൗ മറ്റൊരു ക്വസ്റ്റ്യൻ. ചലപതി റാവു കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ റീസ്ട്രക്ചറിങ് ഓഫ്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു കമ്മിറ്റി, ചലപതി റാവു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ: സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ റീസ്ട്രക്ചർ ചെയ്യാൻ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ റീസ്ട്രക്ചർ ചെയ്യാൻ, കോർപ്പറേറ്റീവ് ബാങ്ക്സിനെ റീസ്ട്രക്ചർ ചെയ്യാൻ, അതേപോലെ RRBസിനെ റീസ്ട്രക്ചർ ചെയ്യാൻ. സോ ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തിരുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയാണ്. ഓർത്തേക്ക്. Then which of the following financial institution is not with the supervisory purview of Reserve Bank of India? നമ്മളുടെ റിസർവ് ബാങ്കിന്റെ സൂപ്പർവൈസറി സ്കോപ്പിൽ വരാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ദെൻ മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടതാണ്. അപ്പോൾ ഏതാണ് വരാത്തത്? വരാത്തത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇറ്റ് വിൽ ബി ഹാൻഡിൽഡ് ബൈ സെബി. സെബിയാണ് അതിൻ്റെ കൺട്രോളിംഗ് ബോഡി. ബാക്കിയുള്ള ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യയിൽ ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആർക്കാ വരിക? റിസർവ് ബാങ്കിനാണ് വരിക. ദെൻ അതേപോലെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആയാലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആയാലും ഇവയുടെയൊക്കെ കൺട്രോൾ എന്ന് പറയുന്നത്, ഇവയൊക്കെ നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? റിസർവ് ബാങ്കിനുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ബോഡി എന്ന് പറയുന്നത് സെബിയാണ്, നോട്ട് RBI. അടുത്ത ക്വസ്റ്റ്യൻ. ദി ബാങ്ക്സ് വെയർ ഇൻ എ മെജോറിറ്റി ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ആർ നോൺ റെസിഡന്റ് ആർ കോൾഡ്. കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. വളരെ നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നത് ചിലപ്പോൾ ഫോറിൻ ബാങ്ക്സ് ആയിരിക്കും. നോ, ബാങ്ക്സ് വെയർ ദി മെജോറിറ്റി ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ആർ നോൺ റെസിഡന്റ്, അതായത് ഫോറിൻ പാർട്ടീസ് ആണ് കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോറിൻ പാർട്ടീസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഫോറിൻ ബാങ്ക്സിലല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യത കൂടുതൽ ഇന്ത്യയിൽ നിന്നായിരിക്കും, ബിക്കോസ് ദേ ആർ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. പക്ഷേ ഇന്ത്യക്ക് പുറത്തു നിന്നും ഫണ്ട് കൂടുതലായിട്ട് വരുന്ന ബാങ്കുകൾ എന്ന് പറയുന്നത് ഓഫ് ഷോർ ബാങ്ക്സ് ആണ്. ഓഫ് ഷോർ ബാങ്ക്സ് ആണെങ്കിൽ നോൺ റെസിഡന്റ് അക്കൗണ്ട്സ് ആയിരിക്കും കൂടുതലായിട്ട് വരിക. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓഫ് ഷോർ ബാങ്ക്സ്. സോ ദി ബാങ്ക്സ് വെയർ ഇൻ മെജോറിറ്റി ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ആർ നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റേഴ്സ് കൂടുതലുള്ള ബാങ്ക് ആണെങ്കിൽ അതിനെ നമ്മൾ ഓഫ് ഷോർ ബാങ്ക്സ് എന്ന് പറയും. ഓഫ് ഷോർ ബാങ്കിങ് കൺസെപ്റ്റ് എന്തായാലും നിങ്ങൾ നോക്കണം. സോ നമ്മൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയുമായി കണ്ടത്. ഓർക്കുക, UGC നെറ്റ് കൊമേഴ്സ് എക്സാമിനേഷനിലേക്ക് ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. സോ ഒരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മളുടെ മനസ്സിലുള്ളതെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ക്രാഷ് ബാച്ചുകൾ ഇപ്പോൾ റണ്ണിങ് ആണ്. ജോയിൻ ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സസും സ്റ്റുഡിയോ റെക്കോർഡഡ് ആയിട്ട് ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്തു. അത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും വെബ് പേജ് വഴിയും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഈ ഓരോ സെഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഓരോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളുടെ മാസ്റ്ററി വർദ്ധിപ്പിക്കുകയാണ്. ദെൻ ഇതൊന്നുമല്ലാതെ ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. സോ PDF നോട്ട്സ്, ലൈവ് ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു തുടങ്ങുക. ആൻഡ് ഇത്തവണ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയും ഇത്തരത്തിലുള്ള PYQ ഡിസ്കഷൻസ് നിങ്ങൾക്ക്
എക്സാമിനേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള ഡിസ്കഷൻസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഗെയിൻ താങ്ക് യു ഓൾ. ബൈ.